തിരുവനന്തപുരം പേട്ടയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 2 വയസ്സുകാരി മേരിക്കായി വ്യാപക തെരച്ചിൽ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ജില്ലാ അതിർത്തികളിലടക്കം വ്യാപക പരിശോധന തുടരുകയാണ്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് നാടോടി സംഘത്തിലെ ബാലികയെ ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. ഈ പറയുന്ന സമയം 12-1 മണിയാണ് പറയുന്നത്. അവർ നൽകുന്ന പ്രാഥമിക വിവരം അതും ആക്യുറേറ്റ് ആവണമെന്നില്ല. അവർ എന്നിട്ട് നോക്കുന്ന സമയമാണത് ശരിക്കും. സോ വി ആർ നോട്ട് ഷുവർ ആൻഡ് ദേർ ആർ 2-3 വെർഷൻസ്. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാവരും ദേ വർ ഓൾ സ്ലീപ്പിംഗ്. സോ we have to find more visuals and other such evidence. കൂടുതൽ ദൂരേക്ക് പോയിട്ടുണ്ടാവുന്ന ഒരു സംശയം അതുകൂടെ നമ്മൾ നോക്കേണ്ടി വരും. ഇത്രയും പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു കുട്ടിയെ മാത്രം എടുത്ത് കൊണ്ടുപോകുന്നത് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിൽ കൂടെ അലേർട്ട് ആവേണ്ടി വരും. എല്ലാ ഓപ്ഷൻസ് ആർ ഓപ്പൺ നൗ. സോ വി ആർ സെർച്ചിങ് എവറിവെയർ. അത് പറയാറായിട്ടില്ല മാഡം ഇതുവരെ. കനോട്ട് സേ ഇറ്റ് ഈസ് പ്ലാൻഡ്, കനോട്ട് സേ ഇറ്റ് ഈസ് റാൻഡം, കുഡ് ബി എനിത്തിങ്. We are searching. We need some more time. ഇവിടെ അല്ലാതെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട നാടോടികളായിട്ടുള്ള മറ്റുള്ളവർ ഈ പരിസരത്തുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 പായ ഇവിടെ വിരിച്ച് അവർ താമസിക്കുന്നുണ്ടായിരുന്നു. സോ വി വിൽ എക്സാമിൻ ഓൾ ഓഫ് ദം. ഈച്ച് വൺ ഓഫ് ദം വി ഹാവ് ടു എക്സാമിൻ ഇൻ ഡീറ്റെയിൽ. ബ്രഹ്മോസിന്റെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് കൂടെ നമ്മൾ ചോദിച്ചു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടി വരും. Because that is the time where everybody is very sleepy. So we cannot completely rely on one person's version. Yes. അതാണ്. ഈ ലോറിയിൽ വന്ന ആൾക്കാർ എവിടെ ലോറിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ കൂടെ നമ്മളിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So they are also regularly coming. ഇവിടെ ആട്ടുകാൽ പൊങ്കാലയുടെ പരിപാടിയൊക്കെ നടക്കുകയാണ്. So there is normal crowd movement ഉണ്ട് ഇവിടെ. പക്ഷേ ഇവർ ഇത് ഇടയിൽ ഇതിന് സംഭവിക്കുന്നത് we are examining how and why and who. Okay. Thank you. 2 വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജാണ് പ്രതികരിച്ചത്. നിലവിൽ അന്വേഷണം വളരെയധികം കാര്യക്ഷമമായി തന്നെയാണ് പുരോഗമിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ നിർണായകമായ ലീഡുകൾ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇതുതന്നെയായാലും വളരെയധികം ശക്തമായ ഒരു അന്വേഷണമാണ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. നഗരത്തിലുടനീളം വ്യാപകമായൊരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലൂട്ട് മഠം ചേർന്നുണ്ട്. അഖിൽ, നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചതുപോലെ തന്നെ അന്വേഷണം അതിൻ്റെ വ്യാപകമായ തലങ്ങളിലേക്ക് മാറുകയാണ്. പ്രത്യേകിച്ചും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും നഗരത്തിലെ മറ്റ് ഇടങ്ങൾ ഒക്കെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? അഖിലിലേക്ക് തിരികെ എത്താം. തിരുവനന്തപുരം പേട്ടയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 2 വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നഗരത്തിലുടനീളം വളരെ വ്യാപകമായ പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നു. ഇന്നലെ രാത്രിയാണ് 12 മണിയോടെയാണ് 2 വയസ്സുകാരിയെ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോകുന്നത്. നിലവിൽ കുട്ടിയുടെ സഹോദരൻ്റെ മൊഴി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2 പേർ സ്കൂട്ടറിലെത്തി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണെന്നാണ് സഹോദരൻ മൊഴി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റ് പല മേഖലകളിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഇതുകൂടാതെയുള്ള തെരച്ചിലുകളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലും ഒപ്പം തന്നെ ജില്ലാ അതിർത്തികളിലും വ്യാപകമായൊരു പരിശോധന നടക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഘട്ടം വളരെയധികം വ്യാപകമായുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. എല്ലാ മേഖലകളിലും പരിശോധന നടക്കുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി പേട്ട പോലീസ് സ്റ്റേഷൻ്റെ സമീപത്ത് നിന്ന് പ്രശാന്ത് കൂടി ചേർന്നുണ്ട്. പ്രശാന്ത്, നിലവിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായൊരു പരിശോധന നടക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും പ്രത്യേകിച്ചും നിർണായകമായ എന്തെങ്കിലും ലീഡുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? വിഷ്ണു, അത്തരത്തിൽ ഒരു വിവരവും നിലവിൽ പങ്കുവെക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. അതായത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്.
ഏകദേശം 9 മണിക്കൂറിലേക്ക് അടുക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇതുവരെ കുട്ടിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. വിവിധ സ്ഥലങ്ങളിൽ പോലീസിൻ്റെതായ അന്വേഷണം നടക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട്. അതായത് നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുട്ടിയെ കാണാതായ ആ സ്ഥലം കേന്ദ്രീകരിച്ചും ടൈറ്റാനിയം അതുപോലെ തന്നെ ബ്രഹ്മോസ് ഓൾ സയൻസ് ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ അന്വേഷണം നടന്നു വരികയാണ് പോലീസിൻ്റെ. ആ ഭാഗങ്ങളിലുള്ള പൊന്തക്കാടുകളും അതുപോലെ തന്നെ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ അടക്കമുള്ളവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്ത് നടന്നു വരുന്നത്. എന്നാൽ ഇതുവരെ കുട്ടിയെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ ആ കുട്ടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലീഡ് പോലീസിന് ഇതുവരെ ലഭിച്ചതുമില്ല. കേവലം ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ അല്ലെങ്കിൽ പിതാവ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇരുചക്ര വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൽ കുട്ടിയുടെ സഹോദരനാണ് ഈ വാഹനം കണ്ടു എന്ന് പറയുന്നത്. അതായത് ഒരു 10 മണി സമയത്ത് ഇത്തരത്തിലൊരു വാഹനം വരുന്നതായി കണ്ടു എന്ന് കുട്ടിയുടെ സഹോദരൻ്റെ ഒരു മൊഴിയും കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇരുചക്ര വാഹനം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. എന്നാൽ ഈ മറ്റ് എന്തെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോകാൻ കാരണമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ളവ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. അതുമാത്രമല്ല ഇവരുടെ കൂടെ ഈ നാടോടി സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തർക്കം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ളവ കൂടി ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സ്ഥലം MLA കൂടിയായ ആന്റണി രാജു ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൂടെ കേൾക്കാം. 2:30 മണിയോടുകൂടിയാണ് പോലീസിന് വിവരം കിട്ടിയതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. 1 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും വ്യക്തമായ സൂചനകളൊന്നും ഞാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള രാവിലെ തന്നെ ബന്ധപ്പെട്ടു. ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ള DCP നിതിൻ രാജ്, ACP എല്ലാവരുമായിട്ടും നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി ഈ 3 ജില്ലകളിലും പോലീസിനെ അലർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിന് സമീപ പ്രദേശങ്ങളിലെ ആളൊഴിഞ്ഞ വീടുകൾ കൂടി അന്വേഷണം നടത്തണമെന്ന് ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തമായ സൂചനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദിശയിലേക്കല്ല അന്വേഷണം നടക്കുന്നത്. എല്ലാ മേഖലകളും എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. CCTV ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് നന്നായിട്ട് തന്നെ അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പ്രചരണം മൂലം ജനങ്ങളും കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റ് ജനങ്ങൾ കാണുന്ന വിധത്തിൽ ഈ കുട്ടിയെ മറ്റു പ്രദേശങ്ങളിലേക്ക് ഇനി കടത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പാതിരാത്രിയോടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഞാൻ ആ പ്രദേശത്ത് ചെന്ന് കണ്ടു. അത് വളരെ വിജനമായൊരു സ്ഥലമാണ്, സിറ്റിയുടെ ഹൃദയഭാഗമാണെങ്കിലും. കാരണം ഈ ആളൊഴിഞ്ഞ പ്രദേശം എന്ന് പറയുമ്പോൾ തൊട്ട് വടക്ക് വശത്ത് ഓൾ സയൻസ് കോളേജിൻ്റെ മതിൽ, തെക്ക് വശത്ത് ബ്രഹ്മോസിൻ്റെ മതിൽ, കിഴക്ക് വശത്ത് റെയിൽവേ ട്രാക്ക്, പടിഞ്ഞാറ് വശത്താണെങ്കിൽ മെയിൻ റോഡും അതിനോട് ചേർന്ന് എയർപോർട്ടിൻ്റെ മതിലും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ വീടുകളില്ലാത്തതിൻ്റെയും ആൾപ്പാർപ്പില്ലാത്തതിൻ്റെയും ഒരു അഡ്വാൻറ്റേജ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്കുണ്ട്. എന്ന് മാത്രമല്ല ഈ വീട്ടുകാർക്ക് തന്നെ വ്യക്തമായ സൂചനകളൊന്നും തന്നെ കൃത്യമായി നൽകാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നവുമുണ്ട്. ഇതിൻ്റെ മധ്യയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പരിമിതികളേറെയുണ്ട്. അന്യഭാഷക്കാരാണ്, അപ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട്. അങ്ങനെ വ്യക്തമായ സൂചനകൾ നൽകാൻ കഴിയാത്തതിൻ്റെ ഒരു പോരായ്മയുമുണ്ട്. പക്ഷെ എങ്കിലും പോലീസ് ഡോഗ്, അതുപോലെ തന്നെ നമ്മുടെ CCTV ദൃശ്യങ്ങൾ, പിന്നെ സമീപ പ്രദേശങ്ങളിലെ വീടുകൾ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ബ്രഹ്മോസിന്റെ ഭാഗത്തുനിന്ന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ സംശയകരമായ എന്തെങ്കിലും ദൃശ്യം കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പോലീസുമായിട്ട് സംസാരിച്ചു. പുറത്തു വിടാൻ കഴിയുന്ന വിധത്തിലുള്ള യാതൊരു വിവരം ഇപ്പോൾ പോലീസിനില്ല. ചില സൂചനകൾ സ്വാഭാവികമായിട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ കിട്ടും. പക്ഷേ അതൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നതല്ല. അതിൻ്റെയൊക്കെ ചൂടുപിടിച്ചാണ് അന്വേഷണങ്ങൾ വ്യാപിപ്പിക്കുന്നത് പോലീസ്. ഏതായാലും DCP തന്നെ നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ADGP മേൽനോട്ടം വഹിക്കുന്നുണ്ട്. നല്ല ജാഗ്രതയാണ് പോലീസ് ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ചില സൂചനകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിവെച്ചുകൊണ്ടുള്ള ആ ദിശയിലേക്കുള്ള അന്വേഷണം മാത്രം നടത്താൻ കഴിയില്ല. കാരണം അവ്യക്തതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായ ഒരു തെളിവോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിവരമോ നൽകാൻ അവർക്കും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ പരിമിതികളുണ്ട്. അതാണ് സമീപ ജില്ലകളായ കൊല്ലം, കന്യാകുമാരി ജില്ലകളിലെ പോലീസിനെയും അലർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ADGPയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
പിന്നെ അപ്പം അങ്ങനെയുള്ള എല്ലാ സാധ്യതകളിലും അന്വേഷണത്തിന്. കുടുംബം എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്? അല്ല, ഇത് നാടോടികൾ എന്ന് പറയുന്ന നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നും വന്ന് ജോലി ചെയ്ത് അവിടുത്തെ ജോലി കഴിയുമ്പോൾ വേറെ പ്രദേശങ്ങളിലേക്ക് അതുകൊണ്ടാണ് സ്ഥിരമായിട്ടൊരു വാസസ്ഥലം ഇല്ലാത്തത്. ഇപ്പം ഇങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് ആ പ്രദേശത്തെ ജോലിക്ക് വന്ന് അവിടെ ഇങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു വ്യക്തമായ ഒരു പ്രദേശത്ത് ഇവർ കമ്പടിക്കുന്നവരല്ല. ഇവിടെ എത്ര നാളായി എന്നാണ് അവർ പറയുന്നത്? അത് ഞാൻ മനസ്സിലാക്കില്ല. ഭാഷാപരമായ പരിമിതികളുണ്ട്. ഈ വാഹനത്തിൽ കടത്തിക്കൊണ്ട് പോകുക എന്നതിനപ്പുറം സമീപ പ്രദേശം റെയിൽവേ ട്രാക്കുണ്ട്, പൊന്തക്കാടുകളുണ്ട്, ഈ പറയുന്ന പോലെ കടലുണ്ട്. അപ്പൊ അതൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ടോ? തീരപ്രദേശത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ ആ പ്രദേശത്ത് നല്ല ജനപ്പാർപ്പുള്ള, എപ്പോഴും ആളുകളുള്ള ശംഖുവം ബീച്ചിന്റെ അടുത്ത് തന്നെ എപ്പോഴും നല്ല പോലീസ് നിരീക്ഷണമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്നാൽ തൊട്ടപ്പുറത്താണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തിരിച്ച് നാഷണൽ ഹൈവേയിലേക്ക് വന്ന് കയറാനും പിന്നെ വളരെ അടുത്താണ്. അപ്പോൾ ദേശീയപാതയിലൂടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലേക്കും കൊല്ലം ജില്ലയിലേക്കും ഒക്കെ പോകാനുള്ള ഒരുപാട് വഴിതിരിച്ച് പോകാനുള്ള ഒരു സ്ഥലമാണിത്. കാരണം എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞു പോകാം. ഒരു പ്രദേശത്തേക്ക് മാത്രം പോകുന്ന റോഡുള്ളൊരു സ്ഥലമല്ലിത്. അങ്ങനെയുള്ള പരിമിതികൾ ഒരുപാടുണ്ട്. ആ പരിമിതികളുടെ നടുവിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പോലീസ് 2:30 മണിക്കാണ് അവർക്ക് റിപ്പോർട്ട് കിട്ടിയത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയം മുതൽ തന്നെ പോലീസ് നല്ല ജാഗ്രതയോടെ അന്വേഷിക്കുന്നത്. വിഷ്ണു, അതുതന്നെയാണ് ആന്റണി രാജു MLA പറയുന്നത്. അതായത് ഇത്തരത്തിൽ ചില ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുട്ടിയെ, അതുമാത്രമല്ല ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് ഈ കുട്ടിയെ കാണാതെ പോകുന്നത് എന്നും നേരത്തെ ആന്റണി രാജു MLA പറയുകയുണ്ടായി. അത്തരത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ യാത്ര, അല്ലെങ്കിൽ എവിടേക്കാണ് കുട്ടിയെ കാണാതായത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് പോയതെന്നത് കണ്ടെത്തുക. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടായിരിക്കും ഈ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ ആന്റണി രാജു MLA അടക്കയും പറയുന്നുണ്ടായത്. ഈ സ്ഥലം എന്ന് പറയുന്നത്, ഈ കാണാതായ സ്ഥലം എന്ന് പറയുന്നത് ഒരു ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ചുറ്റും വീടുകളൊന്നുമില്ലാത്ത ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വന്ന് അല്ലെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് എങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ ആന്റണി രാജു MLA ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഈ മണിക്കൂറുകൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. 2:30 മണിയോടുകൂടിയാണ് ഇപ്പോൾ പോലീസിന് അറിയിപ്പ് കിട്ടിയതെന്നാണ് MLAയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്തായാലും ആ സമയം തൊട്ട് അന്വേഷണം തുടങ്ങിയെങ്കിൽ പോലും എന്നാൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ എവിടെയാണ് കുട്ടി പോയതെന്ന് അടക്കമുള്ള ഇതിലേക്ക് എത്തുവാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നതും അടക്കം പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുമില്ല. കേവലം ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സംഭവ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഈ കാണാതായ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നുമുണ്ട്. ചുറ്റുവട്ടങ്ങളെല്ലാം, പ്രദേശങ്ങളെല്ലാം നിരീക്ഷണത്തിലാക്കിക്കൊണ്ട് ഒരു അന്വേഷണം, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം പോലീസ് നടത്തി വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയാണെന്നാണ് പോലീസും നമ്മളോട് പറയുകയും ചെയ്തത്. അതായത് ഇപ്പോൾ വിവരങ്ങളൊന്നും, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തുവിടാൻ സാധിക്കില്ല. എന്നാൽ ഇതിൽ ചില ലീഡുകൾ ലഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നടന്നു വരുന്നുണ്ടെന്നാണ് അറിയാൻ പോലീസിന്റെ ഭാഗത്ത് പറയുന്നത്. ഇപ്പോൾ നിലവിൽ 5 അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുകൊണ്ട് DCPയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘം വിപുലീകരിച്ചുകൊണ്ട് ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസ് നടക്കുന്നത്. അത് മാത്രമല്ല, ഈ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയും അതുപോലെ തന്നെ കൊല്ലം, മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ച്, ആലപ്പുഴ ജില്ലകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ കുട്ടിയും കൊണ്ട് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. മാത്രമല്ല, ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലടക്കം കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റ് സ്ഥലങ്ങൾ. പ്രശാന്ത തുടരുക.